എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ കേരളത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. കാരണം എന്താ വെച്ചാല് ഇന്ത്യ രാജ്യത്ത് കേരളം ആണ് വിദ്യാഭ്യാസത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് അല്ലെ. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വിദ്യാഭ്യാസം മാത്രം മനുഷ്യന് ജീവൻ നിലനിർത്താനോ അവന് മുന്നോട്ടുള്ള പ്രതീക്ഷകൾക്കോ ഒന്നും ഉതകുന്നില്ല എന്ന് കാണിക്കുന്ന അതിന് വെല്ലുവിളിയാകുന്ന തരത്തിലാണ് ഇന്ന് കേരളത്തിലെ ആത്മഹത്യാ നിര വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാസമ്പന്നരുടെ ഇടയിലുള്ള ആത്മഹത്യ വളരെയധികം കൂടിയിരിക്കുകയാണ് കേരളത്തിൽ അല്ലെ. അടുത്ത ദിവസം തന്നെ ഇതാ എംടെക്കുകാരിയായ മകളും അമ്മയും അല്ലെ, വിദ്യാസമ്പന്നരായ കുടുംബത്തിൽ നിന്നുള്ള അമ്മയും മകളും, അതും വെൽ സെറ്റിൽഡായി സാമ്പത്തികമായിട്ടൊക്കെ സെറ്റിൽഡായി നിൽക്കുന്ന ആ കുടുംബത്തിലുള്ള അവര് ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു മറുവശം അതിനകത്തുണ്ട്. എങ്കിൽ പോലും പുറത്തേക്ക് വരുന്ന അറിവനുസരിച്ച് നമുക്ക് ഇതിനെ വിദ്യാസമ്പന്നരുടെ ഇടയിലുള്ള വിവേകക്കുറവ് കൊണ്ടും ലക്ഷ്യബോധമില്ലായ്മയും കൊണ്ടും ഭയം കൊണ്ടുമുള്ള ആത്മഹത്യ നമുക്ക് ഇതിനെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നത് മറുവശമാണ്. അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇനി അവർ ആത്മഹത്യ ചെയ്തു, അത് സത്യമാണെങ്കിൽ തന്നെ എന്തുകൊണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വിദ്യാസമ്പന്നർ എന്തുകൊണ്ട്, സാമ്പത്തിക ഭദ്രതയുള്ളവർ എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപദേശം നൽകി ഇത്തരം പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നവരെ ജീവിതത്തിലേക്ക് പിടിച്ചു നിർത്തേണ്ടവർ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവ തരത്തിൽ തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യം. അതിൻ്റെ അകത്തൊരു കാര്യം ഇതാണ്. കാരണം നമ്മുടെ കേരളം ഭരണം കൊണ്ട് ഭയങ്കര വികസനം എന്നല്ലേ പറയുന്നത്. ഇവിടെ ഒരു വിഷയത്തിൽ പെട്ട് കഴിഞ്ഞാൽ ആ വിഷയവുമായിട്ട് നീതി വയലേറ്റ് ചെയ്യപ്പെട്ടു, ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, മനസമാധാനം കെട്ടു, ജീവന് ഭീഷണി വന്നിരിക്കുകയാണ്, സമ്പത്തിന്റെ മേലെയോ സ്വത്തിന്റെ മേലെയോ അല്ലെങ്കിൽ സ്വത്തുക്കളോ മറ്റ് പല കാര്യങ്ങളുടെയും മേലെ, സ്വഭാവ വൈകൃതങ്ങളുടെ മേലെ ഒരാളെ സ്വസ്ഥമായി ജീവിക്കാനുള്ള അവകാശം ഹനിക്കപ്പെടുമ്പോൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ നമ്മളെ സംരക്ഷിക്കാൻ നമുക്ക് എവിടെയാ സ്ഥാപനമുള്ള? പോലീസ് സ്റ്റേഷനിൽ നമ്മൾക്ക് എന്താ കിട്ടുന്നത്? ഒരു പരാതിയും പോകുന്ന പരാതിക്കാരനോ പരാതിക്കാരിയോ ഒരു പൗരനോ പൗരയോ പ്രതിസ്ഥാനത്താക്കുന്ന പോലീസ് സംവിധാനമാണ്. അതുപോലെ എവിടെയാണ് അവർക്ക് പിന്നെ നീതി കിട്ടുന്നത്? വൈകി എത്തുന്ന, എത്രയോ വർഷങ്ങൾ കോടതി കയറി നിരങ്ങേണ്ട ഒരു അവസ്ഥയാണ് അവർക്ക് വരുന്നത് അല്ലെ. വൈകി എത്തുന്ന നീതി എപ്പോഴും നീതി നിഷേധമാണ്. അതിനും അപ്പുറം നമ്മളുടെ മലയാളി സമൂഹത്തിൽ നിന്നുള്ള എന്താ പറയാ പരാക്രമണങ്ങൾ, വാക്കുകൾ കൊണ്ടുള്ള അവരെ ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ വെടക്കാക്കി തനിച്ചാക്കുന്ന മലയാളി ബോധങ്ങളും ഇത്തരം ആത്മഹത്യകൾ വർദ്ധിക്കുവാനായിട്ട് ഒരുപാട് ഇവിടെ അവസരം ഒരുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ ആത്മഹത്യ ചെയ്യുന്നവരുടെ നെക്സ്റ്റ് അടുത്തുള്ള ഒന്നുകിൽ ഭർത്താവ് അല്ലെങ്കിൽ അവരുടെ കുടുംബം, അല്ലെങ്കിൽ ഭാര്യ അവരുടെ വീട്ടുകാര്, അല്ലെങ്കിൽ അമ്മായിയമ്മ, ഇങ്ങനെ മാത്രം നമ്മൾ പോയാൽ പോരാ. അവരുടെ ആ സമൂഹം അവർക്ക് എന്താണ് നൽകുന്നത്? അവരൊരു വിഷയത്തിൽ പെട്ടാൽ അവരുടെ വ്യവസ്ഥിതി, അവരുടെ ജനാധിപത്യത്തിൽ നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പോലീസ് സംവിധാനങ്ങൾ, പരാതി പറയാനുള്ള ഇടങ്ങൾ, നീതി ലഭിക്കേണ്ട ഇടങ്ങൾ അവരോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ള ഭയമാണ് ഇവരെ എല്ലാവരെയും ആത്മഹത്യയിലേക്ക് തള്ളി നീക്കുന്നത്. കാരണം അവർക്കൊരിക്കലും നീതി കിട്ടില്ല എന്ന് ഇവിടുത്തെ വികസന ഭരണം കൊണ്ട് അവർക്ക് മനസ്സിലായിട്ടുള്ളതാണ്. അപ്പം ഒരു പ്രശ്നം വരുന്ന പൗരനെ ആത്മഹത്യയിലേക്ക് തള്ളി നീക്കുന്ന വികസനം ഇവിടെ ഇത് എന്ത് വികസനമാണ്? നിരപരാധികളാണ് പ്രശ്നത്തിൽ പെടുന്നത്. ഈ നിരപരാധികളെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഭരണ സംവിധാനങ്ങൾക്കാണുള്ളത്. അവർ വിന്യസിച്ചിരിക്കുന്ന വ്യവസ്ഥിതികൾക്കാണ്. പക്ഷെ ഇവിടെയെല്ലാം ഭരിക്കുന്നവരുടെ ലോബികൾ കയറിയിരുന്ന് ഈ പാവപ്പെട്ട ജനങ്ങളെ നീതി നിഷേധിച്ചിട്ട് വർഷങ്ങളോളം ഓഫീസുകളിൽ കയറി നിരങ്ങി വെർബൽ അബ്യൂസ്, ഫിനാൻഷ്യൽ അബ്യൂസ്, ഫിസിക്കൽ അബ്യൂസ് ഇതെല്ലാം ഫേസ് ചെയ്യേണ്ട ഭയാനകമായ സിറ്റുവേഷനിലാണ് ജനങ്ങൾ ഇന്ന് ആത്മഹത്യ ഒരു പരിഹാരം എന്ന രീതിയിലേക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മഹത്യ ഒരിക്കലും ഒരു പരിഹാരമല്ല. കാരണം മാതൃകാപരമായി നിന്ന് നമ്മുടെ വ്യവസ്ഥിതിയെ പിടിച്ചിടേണ്ട ഉത്തരവാദിത്തം പൗരനുണ്ട് എന്നൊരു ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നന്ദി.